സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തിവരുന്ന സിസിടിവിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനോടനുബന്ധിച്ച് ഫ്ളാഷ് മോബും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പറപ്പൂക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടിയിൽ കുന്നംകുളം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ലഹരി. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവൻ നൽകുന്ന അമ്മമാരെ പോലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയം എടുത്ത പോലെയാണ് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളൊരു ദൗത്യം. അത് കേരളത്തിലെ എന്ന് മാത്രമല്ല ലോക ജനതയെ തന്നെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി ഒത്തുചേരാനുള്ള സാഹചര്യവും. തുടർന്ന് ചൂണ്ടൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ലഘുനാടകവും അരങ്ങേറി. ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കേരളത്തിൽ 3000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ അധ്യക്ഷനായി. പറപ്പൂക്കാവ് ദേവസ്വം പ്രസിഡന്റ് PG അജയൻ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ, നഴ്സിംഗ് സ്കൂൾ നഴ്സ് സൂപ്രണ്ട് സിസ്റ്റർ ജസ്ന, ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഓഫീസർ നിഷ രമേശ്, അധ്യാപകരായ സിസ്റ്റർ ലില്ലി തോമസ്, അൽഫീന പയസ്, CCTV ഡയറക്ടർമാരായ KC ജോസ്, CS സുരേഷ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ സംസാരിച്ചു. മേഖലയിലെ കേബിൾ ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാർ, പറപ്പൂക്കാവ് ദേവസ്വം ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിദ്യാർത്ഥികളായ AJ ജോഷ്ന, CL ജാസ്മിൻ, ബിജി റോസ്, ആൻമരിയ ജോജു, TT ജോഫി എന്നിവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് CCTV സംഘടിപ്പിക്കുന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ സമൂഹം മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അതുപോലെ ഓരോ പ്രദേശങ്ങളെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തായി ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരാളെ വീണാൽ എണീപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലും അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ലഹരിയുടെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കി വരുന്നു. നമ്മൾ സമൂഹത്തിൽ ഇന്ന് അത് വലിയ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ CCTV നടത്തുന്ന പരിപാടികളിൽ ഒപ്പം കൈകോർത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൂടെയുണ്ട്. ഈ പരിപാടിക്ക് ഒപ്പം എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ഒപ്പം കൈകോർത്ത് നിൽക്കുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.